നമസ്കാരം. കംസവധാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അങ്ങനെ അക്രൂരൻ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് അന്നത്തെ രാത്രി വൃന്ദാവനത്തിൽ രാമകൃഷ്ണന്മാരോടുകൂടി കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടി മധുരയിലേക്ക് പുറപ്പെട്ടു. അക്രൂരൻ തൻ്റെ രഥത്തിലും മറ്റുള്ളവർ കാളവണ്ടിയിലും രഥത്തിലും അങ്ങനെ എല്ലാവരും കൂടെ മധുരപുരിയിലേക്ക് ചാവയാഗം കാണാൻ വേണ്ടി പുറപ്പെട്ടു. കുറച്ച് ദൂരം കഴിഞ്ഞ് രാവിലെയാണ്, പ്രഭാതമാണ്. കാളിന്തി നദി എത്തിയ സമയത്ത്, അതിൻ്റെ താഴത്ത് എത്തിയ സമയത്ത് അക്രൂരൻ എന്ത് ചെയ്തു വെച്ചാൽ കുളിക്കാൻ വേണ്ടി ആ നദിയിലിറങ്ങി മുങ്ങി. അപ്പോൾ ഈ രാമകൃഷ്ണന്മാർ തൊട്ടടുത്ത ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. രഥം നിർത്തിയിട്ട് നിൽക്കുകയാണ്, എല്ലാവരും കൂടി നിൽക്കുകയാണ്. ഇദ്ദേഹം മാത്രം കുളിക്കാൻ വേണ്ടി നദിയിലേക്ക് ഇറങ്ങി. നദിയിലിറങ്ങി അദ്ദേഹം മുങ്ങിയ സമയത്ത് നദിയുടെ അടിയിൽ അദ്ദേഹം കണ്ട കാഴ്ച എന്തായിരുന്നു വെച്ചാൽ, രാമനും കൃഷ്ണനും, അതായത് ബലഭദ്രസ്വാമിയും കൃഷ്ണനും, രാമകൃഷ്ണന്മാർ രണ്ടുപേരും കൂടി തൻ്റെ അടുത്ത് നിൽക്കുന്നത് ദൃശ്യം കണ്ടു. നദിയുടെ അടിയിലാണ് കേട്ടോ, അദ്ദേഹം മുങ്ങിയിരിക്കുകയാണ്. മുങ്ങിയിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ്. ഉടനെ മുങ്ങി പൊന്തിയിട്ട് 4 ഭാഗം നോക്കിയ സമയത്ത് വൃക്ഷച്ചുവട്ടിൽ അവർ രണ്ടുപേരും അങ്ങനെ തന്നെ നിൽക്കണം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, നമ്മുടെ മനഭ്രമയായിരിക്കാം എന്ന് വിചാരിച്ച് വീണ്ടും മുങ്ങി. രണ്ടാമത് മുങ്ങി നോക്കുന്ന സമയത്ത് കടലിൻ്റെ മുമ്പിൽ രാമനില്ല, കൃഷ്ണൻ മാത്രം നിൽക്കുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് കൃഷ്ണൻ മാത്രം കണ്ടു. പിന്നീട് ആ കൃഷ്ണൻ മറിഞ്ഞു. പിന്നെ കണ്ട കാഴ്ച അനന്തശയനത്തിൽ കഴിക്കുന്ന പൂർണ്ണ രൂപത്തിലുള്ള മഹാവിഷ്ണു. അദ്ദേഹത്തിൻ്റെ കാൽഭാഗത്ത് മഹാലക്ഷ്മി ഇരിപ്പുണ്ട്, വീശുന്നുണ്ട്. സപ്തഋഷികളുണ്ട്, ദേവന്മാരുണ്ട്, എല്ലാവരും നിൽക്കുന്ന ഒരു കമനീയമായ ഒരു വിശ്വരൂപ ദർശനം എന്ന് തന്നെ പറയാം. എല്ലാവരും അവിടെ നിൽക്കുന്നു. അനന്തശയനത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു രൂപമുണ്ട്. അത് 1 മിനിറ്റ് കണ്ട ശേഷം വീണ്ടും നോക്കിയ സമയത്ത് എന്താണ്, വീണ്ടും രാമകൃഷ്ണന്മാർ. പിന്നെ നോക്കുന്ന സമയത്ത് വീണ്ടും ഇത്. ഉടനെ അദ്ദേഹം തലപൊന്തിച്ച് മുകളിൽ കയറി നോക്കിയ സമയത്ത് രാമകൃഷ്ണന്മാർ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പുള്ള കാലമാണ്. ഇദ്ദേഹം കരയ്ക്ക് കയറി നേരെ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന സമയത്ത് കൃഷ്ണൻ അങ്ങനെ ചിരിച്ചു. ചിരിക്കാൻ കാരണം എന്താ വെച്ചാൽ, അക്രൂരൻ്റെ ശരീരമാകെ അദ്ദേഹം കുളിയൊക്കെ കഴിഞ്ഞ് തുടച്ചതാണ്. ശരീരമാകെ വേർതിരിക്കുന്നു, രോമാഞ്ചം കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ അക്രൂര, ഇത്രയും വലിയ തണുപ്പ് കാലത്ത് തൻ്റെ ശരീരത്തെ ഇങ്ങനെ വേർക്കുന്നുണ്ടല്ലോ, എന്താ അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അക്രൂരൻ കൈകൊണ്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, എന്നെ പരീക്ഷിക്കരുത്. ഇങ്ങനെ ഞാൻ കണ്ടു, ഞാൻ എല്ലാം കണ്ടു, താങ്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് കാൽക്കൽ വീഴുന്ന അങ്ങനെ നമസ്കരിച്ചു. അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേറ്റു. പിന്നീട് രണ്ടുപേരും കുശലങ്ങളൊക്കെ പറഞ്ഞ് യാത്ര വീണ്ടും തുറന്നു. അപ്പോൾ മധുരാപുരിയുടെ ഒരു പ്രാന്തപ്രദേശത്ത് എത്തിയ സമയത്ത് അക്രൂരൻ പറഞ്ഞു, ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ, ഏകദേശം സന്ധ്യാവാറായി, ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ തങ്ങാം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, വേണ്ട അക്രൂര, ഞാൻ നിങ്ങളുടെ വീട്ടിൽ തങ്ങി എന്ന് കംസൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ബന്ധങ്ങളുണ്ട്, നമ്മൾ തമ്മിൽ എന്തോ നടക്കും, ഗൂഢാലോചനയുണ്ട് എന്ന് കരുതും. അതിന് ഇടവേണ്ട, തങ്ങളുടെ ദൗത്യം കഴിഞ്ഞു, പൊക്കോളൂ, നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് അക്രൂരനെ വിളിച്ചു. ഇവർ മധുരയുടെ എല്ലാ ഭാഗങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. പകലിങ്ങനെ നടക്കുന്ന സമയത്ത് അവർ ആദ്യമായി കണ്ടത്, ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കുന്ന സമയത്ത് ഒരു രചകൻ, അതായത് വെളുത്തേടൻ, കുറേ തുണികളുമായിട്ട്, വണ്ണൻ തുണികളും ഭാണ്ഡങ്ങളുമായിട്ട് അങ്ങനെ നടക്കുന്നു. അപ്പോൾ രാമകൃഷ്ണന്മാർ അവരെ ചോദിച്ചു, ഹേ, നിങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ കംസൻ്റെ രാജധാനിയിലേക്ക് പോകണം, അദ്ദേഹത്തിൻ്റെ തുണിയൊക്കെ വസ്ത്രങ്ങളൊക്കെ അലക്കിക്കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് കൃഷ്ണൻ ചോദിച്ചു,
ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വസ്ത്രം തന്നാൽ തരക്കേടില്ല പറഞ്ഞിട്ട് ഇദ്ദേഹം കുറേ മ്ലേച്ഛമായ ഭാഷയിൽ ഉപയോഗിച്ചു. നിങ്ങൾ ആരാണ്? കംസൻ എവിടെ കിടക്കുന്നു? നിങ്ങൾ എവിടെ കിടക്കുന്നു? ചെറിയ ബാലന്മാർ എന്നൊക്കെ പറഞ്ഞ് കുറച്ചിങ്ങനെ അവമാന രൂപത്തിൽ പറഞ്ഞു. ഇത് കേട്ട സമയത്ത് കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണന് കോപം വരാറില്ല. ഇപ്പോഴും കോപം വന്നില്ല. ദേഷ്യം പറഞ്ഞ് അദ്ദേഹത്തിനില്ല. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഈ വെളുത്തടൻ്റെ മുതുകിലിങ്ങനെ ഒരു തട്ട് തട്ടി, ശിരസിൽ തട്ടി. അതോടുകൂടി അയാളുടെ കണ്ണ് കഴിഞ്ഞു. പിന്നെ യാത്ര തുടർന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. ഒരു കുറ്റവും ചെയ്യാത്ത വെളുത്തേടനെ ഇദ്ദേഹം തലയ്ക്കിങ്ങനെ കൈവച്ച് കൊല്ലാൻ എന്തെങ്കിലും കാരണം? വെളുത്തേടനെ അങ്ങനെ എത്ര വലിയ കുറ്റം ചെയ്തത്? ഒന്നുമില്ലല്ലോ, വസ്ത്രം തരില്ല, നിങ്ങൾ അതിന് യോഗ്യരല്ല എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അതിന് മറുപടി പറഞ്ഞു നോത്താലോ. എന്തുകൊണ്ട് കൃഷ്ണൻ അത് ചെയ്തു എന്ന് പലർക്കും ചോദിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനാണ് ഞാൻ ഈ ഉത്തരം പറഞ്ഞത്. അയാൾ കുറ്റം ചെയ്തോ? ഇല്ല, തീർച്ചയായിട്ടും അയാൾ യാതൊരു കുറ്റം ചെയ്തില്ല. അയാളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും ഇത് തന്നെയാണ് പറയുക. ഭഗവാൻ അത് അറിയുകയും ചെയ്യാം. പിന്നെയും അദ്ദേഹത്തിൻ്റെ ശിരസിൽ വെച്ച് കൊല്ലാൻ കാരണം അദ്ദേഹം പൂർവ്വജന്മത്തിൽ വളരെ വലിയൊരു ഭക്തനായിരുന്നു. വളരെയധികം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് വിഷ്ണുവിൻ്റെ കൈ കൊണ്ട് തന്നെ മരിക്കണം എന്നുള്ള ഒരു അനുഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ അതിനുള്ള സമയമായി കഴിഞ്ഞു. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കാതെ നെഞ്ഞത്ത് കയറാൻ പറ്റുമോ? അപ്പോൾ അതിന് സ്വയം ഉണ്ടാക്കിയതാണ് ആ കാരണം. അതാണ് വെളുത്തടൻ്റെ തലയിൽ വെച്ച് കൊന്നത്. അല്ലാതെ വെളുത്തടൻ യാതൊരു കുറ്റവും ആ സമയത്ത് ചെയ്തിട്ടല്ല. അപ്പോൾ അതൊരു വ്യക്തമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവർ ഇങ്ങനെ കുറച്ചുകൂടെ നടന്നു പോകുന്നത് ഒരു കഞ്ച എന്ന് വെച്ചാൽ നെയ്ത്തുകാരൻ, നല്ല നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ നെയ്യുന്ന ഒരു നെയ്ത്തുകാരൻ ആ വഴിക്ക് കുറേ നല്ല വസ്ത്രങ്ങളും എടുത്തിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, താങ്കൾ എവിടേക്കാണ് പോകണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ കംസൻ്റെ പട്ടുവസ്ത്രങ്ങളൊക്കെ നെയ്തുകൊണ്ട് വിശിഷ്ടമായ പട്ടുവസ്ത്രങ്ങളൊക്കെ നെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു യാഗം നടക്കുന്നുണ്ട് എന്ന് കേട്ടു. അതിനു വേണ്ടി ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകണം, ഞാൻ കൊണ്ടുപോകണം. ഞാൻ അവിടെ സ്ഥിരം കൊടുക്കുന്ന ആളാണ് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ഒരു വസ്ത്രം തരാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് ഇദ്ദേഹം അവരുടെ മുഖത്ത് നോക്കിയ സമയത്ത് എന്തോ ഒരു ഭയങ്കരമായ ഐശ്വര്യം കാണുന്ന പോലെ തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവർ സാധാരണ മനുഷ്യന്മാരല്ല, ഏതോ ഒരു വിശിഷ്ടന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ് എന്ന് തോന്നി അദ്ദേഹം എന്ത് ചെയ്തു? ആവശ്യമുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തോളെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് എടുത്തോളാം എന്ന് പറഞ്ഞു. കൃഷ്ണൻ അതിൽ നിന്ന് ഒരു മഞ്ഞപ്പട്ട് എടുത്തു, ബലഭദ്രനൊന്ന് കൊടുത്തു, ബാക്കി കുറച്ച് വസ്ത്രങ്ങൾ കൂടുതലുള്ളവർക്കും കൊടുത്തു. അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അങ്ങനെ അയച്ചു. കുറച്ചുകൂടിയും ദൂരം പോയി. കുറേ ഇങ്ങനെ നടന്ന് പകലായി. കുറച്ചുകൂടിയും ദൂരം സമയത്ത് ഒരു സ്ത്രീ ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ കയ്യിൽ കുറേ പാത്രങ്ങളുണ്ട്. അതിൽ ഈ വിശിഷ്ടമായ ചന്ദനം, കളഭം എന്നുള്ളതൊക്കെ ഇത് അരച്ച് തേച്ച സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു കൂട്ടും കയ്യിലുണ്ട്. അപ്പോൾ അവരെ കോനിയാണ്, കണ്ടാൽ വളരെയധികം ഭംഗിയുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടേക്കാണ് പോകുന്നത്? അവർ പറഞ്ഞു, ഞാനൊരു സൈതന്ത്രിയാണ്, സുഗന്ധക്കൂട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. കംസന് ഞാനിത് കൊടുക്കുന്നപ്പോൾ അതുകൊണ്ട് അവിടേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും കുറച്ച് തന്നൂടെ? ഞങ്ങൾക്കും കുറച്ച് പൂശാല സുഗന്ധത്തിന് തന്നാൽ തരക്കേടില്ല എന്ന് വളരെ ശാന്തസ്വരത്തിൽ ചോദിച്ച സമയത്ത് അവർ വേഗം അതൊന്ന് എടുത്ത് കുറച്ച് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ എന്താണ്? ഞാനൊരു സൈതന്ത്രിയാണ് എന്നാണ് പറഞ്ഞത്. സൈതന്ത്രി പറഞ്ഞാൽ എന്താണ്? രാജാക്കന്മാർക്ക് സാധാരണ ഈ അവരുടെ ഇഷ്ടാനുസരണം നിൽക്കുന്ന അവിവാഹിതരായ സ്ത്രീകൾ,
അവർക്ക് വിവാഹമില്ല. സൈതന്ത്രി പറഞ്ഞാൽ അവർക്ക് രാജാക്കന്മാരെ പ്രീതിപ്പെടുത്തുന്നു എന്നാണ് സാർ. അപ്പോൾ അവർ പറഞ്ഞു, എന്നെ ജനങ്ങൾ ത്രിവക്ര എന്നും വിളിക്കും. കാരണം ഞാൻ ഭംഗിയുള്ളവളാണെങ്കിലും കൂനിയുണ്ട്, എന്നെ ത്രിവക്ര എന്നും വിളിക്കും, കുബ്ജ എന്നും പറയും. ഇങ്ങനെ എന്നെ പരിഹസിച്ച് വിളിക്കുന്ന പേരാണ് ഇതൊക്കെ. ഞാനൊരു സൈതന്ത്രിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ട് കൊടുത്ത സമയത്ത് കൃഷ്ണന് ബലഭദ്രനും വളരെ സന്തോഷമായി. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ വലതു കൈ കൊണ്ട് ഈ കൂനിന്മേൽ കൈവച്ച് ഇടത് കൈ കൊണ്ട് മുഖത്തെ മേൽപോട്ടാക്കി. മനസ്സിലായോ? ഈ കൂനിയിരിക്കുന്ന ശരീരത്തിൻ്റെ കൂനിൽ വലത് കൈ സ്പർശിച്ച് ഇടത് കൈ കൊണ്ട് കൂനിയിരിക്കുന്ന മുഖത്തെ മേൽപോട്ടാക്കി. അപ്പോൾ എന്തായി? ഈ സൈതന്ത്ര്യ നേരെ നിവർന്നുപോയി. അവളുടെ കൂന് ഇല്ലാതായി, വളരെ ഭംഗിയുള്ളവളായി. ആ സൈതന്ത്ര്യ ഇവരെ നോക്കിയ സമയത്ത് അഷ്ടൈശ്വര്യം നിറഞ്ഞ 2 ചെറുപ്പക്കാർ, വളരെ വളരെ ഭംഗിയുള്ളവർ. അപ്പോൾ അവർ വേഗം കാലിൽ വീണ് നമസ്കരിച്ചു. എന്നെ ഒരു സൈതന്ത്രിയായി ഇന്നു മുതൽ കണക്കാക്കരുത്, നിങ്ങളുടെ ഭക്തിയായി എന്നെ കണക്കാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രി എൻ്റെ ഭവനത്തിൽ കഴിയണം, എൻ്റെ കൂടെ ഇരിക്കണം പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ വന്ന് ഒരിക്കൽ കണ്ടുകൊള്ളാം എന്നൊരു വാക്കു കൊടുത്തു. ഞാൻ നിന്നെ ഒരിക്കൽ വന്നു നിൻ്റെ ഭവനത്തിൽ ഞാൻ വന്ന് കണ്ടുകൊള്ളാം എന്നൊരു വാക്ക് കൊടുത്തു. അങ്ങനെ കാണുന്നുണ്ടായി. അത് പിന്നീട് വരുന്ന കഥകളിൽ ഞാൻ പറഞ്ഞുതരാം. തുടർന്നു കുറച്ചുകൂടി പോയി. കുറേ പോയ സമയത്ത് ഒരു ബ്രാഹ്മണൻ എൻ്റെ വീട്ടിൽ നേരെ പോയി കയറിയ സമയത്ത് അദ്ദേഹം ഇവരെ എന്ത് ചെയ്തു വെച്ചാൽ വേഗം കാലും കൈയൊക്കെ കഴുകി മാലയിട്ട് സ്വീകരിച്ചു. അപ്പോൾ ഇദ്ദേഹം കൃഷ്ണൻ ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ ആരാണ് എന്ന് അറിയില്ല, അങ്ങനെയുള്ള ഞങ്ങളെ ഇങ്ങനെ വിശിഷ്ടാധികൾ പോലെ സ്വീകരിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കൃഷ്ണഭക്തനാണ്, എനിക്ക് കൃഷ്ണനേക്കാളും വലുത് ലോകത്തൊന്നുമില്ല. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അക്രൂരനെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, രാമകൃഷ്ണന്മാർ ഇങ്ങനെ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഊഹിച്ചു, ഇത്രയും ഭംഗിയും ഇത്രയും സൗന്ദര്യവും ഇത്രയും അഴകുമുള്ള ആളുകൾ രാമകൃഷ്ണന്മാർ സാക്ഷാൽ കൃഷ്ണൻ തന്നെ ആയിരിക്കും, സാക്ഷാൽ ബലഭദ്രൻ തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതി പൂജിച്ചു എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അദ്ദേഹത്തെ അനുകരിച്ചു. അന്ന് രാത്രി അവർ അവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇവർ വന്നു. അപ്പോൾ കംസന് വിവരം കിട്ടിക്കഴിഞ്ഞു, ആരാ വരാൻ പോണ എന്നൊക്കെ എല്ലാ വിവരവും കിട്ടിക്കഴിഞ്ഞു. എല്ലാ തയ്യാറെടുപ്പും കൂടി കംസൻ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.